അതോടൊപ്പം തന്നെ അകലം കൃത്യത പാലിക്കുക. ഈ കുമ്മായം ഒരു കിലോ ഇതിന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും കവുങ്ങ് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായ അകലം പാലിച്ച് തന്നെ കൃഷി ചെയ്യുക. ഏകദേശം ഒരു 2 കിലോ വളമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പൂക്കോടത്തെ അഗ്രി ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കവുങ്ങിന് വളമിടുന്ന രീതിയെ പറ്റിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞ 3 വർഷമായ ചവർദാൻ്റെ കവുങ്ങ് തൈയാണിത്. കുറച്ച് പണിയുടെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വളർച്ച കുറവുണ്ട്. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്, നല്ല ഗ്രോത്തുള്ള തൈയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ കുഴിയിൽ കുറച്ച് മണ്ണ് അധികമായിട്ട് കാണുന്നുണ്ട്. ഈ അധികമായി വരുന്ന മണ്ണിനെ നമ്മൾ മേലെ കയറ്റിയിടണം. ആദ്യമായിട്ട് അത് ചെയ്യാൻ പോവുകയാണ്. എന്താ ഈ മണ്ണ് അധികം വന്നു കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് മേലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് പുറമേലെ കയറ്റി വിടുന്നത്. നല്ല മണ്ണുണ്ട് ഇതിനകത്ത് വന്ന് വീണ് കിടക്കുന്നു. സാധാരണ എല്ലാവരും കവുങ്ങ് വെക്കുമ്പോൾ കുഴിക്ക് ആഴം കുറവായിരിക്കും. ഞങ്ങളിത് വെച്ചിരിക്കുന്ന 3 അടി ആഴത്തിലുള്ള കുഴിയെടുത്തല്ല വെച്ചിരിക്കുന്നത്. ആഴം കൂടുന്തോറും അതിൻ്റേതായ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. നല്ല മണ്ണുണ്ട്. ഏകദേശം മണ്ണ് കയറ്റി കഴിയാനായി. മണ്ണിന് നല്ല നനവുള്ളതുകൊണ്ട് ഈർപ്പം തൂമ്പയിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത്, നമ്മൾ നല്ല മഴയുള്ള സമയത്ത് പച്ചില ചവറ് കൊത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് പ്രാവശ്യത്തെ അതികഠിനമായ മഴ കാരണം അതിന് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ചവറ് ഇടുകയാണ്. ശിവമക്കന്നയുടെ ചവറാണ് നമ്മളിപ്പോൾ ഇതിനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചുവട്ടിൽ അരിഞ്ഞരിഞ്ഞിടുകയാണ്. ഇത് ഇങ്ങനെ ചവറ് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പച്ചച്ചാണകം ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. അത് നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചവറിൽ ഇട്ടിട്ട് വളം ചെയ്യുന്നത്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ജൈവവളമാണ്. മറ്റേ രാസവളങ്ങൾ നമ്മൾ പറമ്പിൽ ഉപയോഗിക്കാറില്ല. ഏത് സമയത്തും ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചാണകത്തിൻ്റെ സ്ലറി അത് നമ്മുടെ ടാങ്കിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ മോട്ടർ വെച്ച് അടിച്ച് ഇതിൻ്റെ ഓരോ കുഴിയിൽ കൂടെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചവറിട്ട് കഴിഞ്ഞു. കുറച്ച് സൈഡ് മാറിയാണ് നല്ലത്, കാരണം ചേർന്ന് വേണ്ട, കുറച്ച് ദൂരം മാറിയാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ജൈവവളം, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ജൈവവളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഏകദേശം ഒരു 2 കിലോ വളമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ വളം ഉണ്ടോ. അപ്പോൾ ഈ ജൈവവളത്തെപ്പറ്റി ഞങ്ങൾ നിർമ്മിക്കുന്നതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നതാണ്. അത് എല്ലാവരും നോക്കുക. നല്ല ജൈവവളമാണ്. ഇതുണ്ട്, നല്ല അഴുകി പൊടിഞ്ഞ് നല്ല, ഇതിനകത്ത് മുഴുവൻ കോടാനുകോടി സൂക്ഷ്മാണുക്കളാണുള്ളത്. അത് നമ്മുടെ ഈർപ്പമുള്ള മണ്ണിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മണ്ണിലേക്ക് ഇത്
പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഇനി വേണമെങ്കിൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ശകലം മണ്ണ് ഇങ്ങനെ. അപ്പോൾ ഇത് വേഗം അഴുകി എല്ലാം ഈ ചവറും വളം കൂടെ അഴുകിയിട്ട് നല്ലൊരു കമ്പോസ്റ്റായി മാറും. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത് കവുങ്ങിൻ്റെ ചുവട്ടിലേക്കും പോവുകയാണ്. അപ്പം നമ്മൾ ഇത് നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ച തൈയാണ്. ഇത് ചവറുതാനം എന്ന ഇനത്തിൽപ്പെട്ട തൈയാണ്. 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് ഞങ്ങൾ കൊടുത്തവർക്കെല്ലാം 2 വർഷം 2 മാസമൊക്കെ ആയപ്പം കൊല വന്നതായിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന പോലെയാണ് കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ ആദായം വരുന്നത്. നമ്മൾ വെച്ച് നല്ല നനയും വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 കൊല്ലം 2.5 വർഷം കൊണ്ട് ഇതിന് കൊല വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിൽ ഇത് അവിടെ ഇത് ചവർദാനാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന ഇൻ്റർ മോഹിത് നഗർ, അതുപോലെ തന്നെ ഇൻ്റർ മംഗള എന്നീ ഇനങ്ങൾ കൂടിയുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾക്ക് പഴയ നാടൻ ഇനങ്ങളായ രത്നഗിരി, മോഹിത് നഗർ, കാസർഗോഡ് ഈ ഇനങ്ങൾപ്പെട്ട തൈകൾ ഞങ്ങളുടെ നേഴ്സറിയിൽ ലഭ്യമാണ്. നമ്മൾ കൊടുത്ത് വളരെ നല്ല റിസൾട്ടുകൾ ഓരോ കൃഷിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാം നേഴ്സറി തുടങ്ങിയിട്ട് ഏകദേശമല്ല 35 വർഷം ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അത് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തിയാണുള്ളത്. സംതൃപ്തരായ കർഷകരും ഒക്കെയാണ് നമുക്കുള്ളത്. അവരുടെ അനുഭവങ്ങളാണ് ഞങ്ങളെ വീണ്ടും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ കവുങ്ങിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മഴ തുടങ്ങി നല്ല പെയ്ത ശേഷം ഈ കുമ്മായം ഒരു കിലോ ഇതിന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. കുമ്മായം ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം പറഞ്ഞാൽ മണ്ണിൻ്റെ അമ്ലത്വം കുറയും, പുളിപ്പ് പോകുന്നതോടൊപ്പം നല്ല വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള ആഗിരണ ശക്തി കൂടും, വളങ്ങൾ വലിക്കാൻ വേണ്ടി. അത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുമ്മായം ഇന്നിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കഴിയാണ്ട് നമുക്ക് മറ്റ് ഒരു വളവും ചേർക്കാൻ പാടില്ല. കാരണം കുമ്മായം ചേർത്ത് അതിനോട് പെട്ടെന്ന് തന്നെ മറ്റ് വളങ്ങൾ ചേർത്താൽ ആ വളങ്ങളെ ഈ കുമ്മായം നിർവീര്യമാക്കി കളയും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കുമ്മായവും മറ്റ് വളങ്ങളും ചേർത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ കുമ്മായം ഇടേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് വേപ്പ് പിണ്ണാക്ക്, നല്ല ക്വാളിറ്റിയുള്ള വേപ്പ് പിണ്ണാക്ക് ഒരു 10 കിലോ വെച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. 1.5 വർഷം ഒരു വർഷം കുമ്മായം ഇട്ടാൽ പിറ്റത്തെ വർഷം വേപ്പ് പിണ്ണാക്ക് ഇടുക. വേപ്പ് പിണ്ണാക്കും ആണെങ്കിലും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കരുത്. നമുക്ക് ആവശ്യമുള്ള മിത്ര കീടങ്ങൾ, സൂക്ഷ്മാണുക്കളൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് ഒരു മിതമായ അളവിൽ ചേർക്കാൻ പാടുള്ളൂ. നമ്മുടെ ഈ കവുങ്ങിന് ജലസേചനം ചെയ്യുന്നത് നമ്മൾ സ്പ്രിങ്ക്ലർ സംവിധാനത്തിലൂടെയാണ്. നോക്കിയാൽ കാണാം, നമ്മൾ സ്പ്രിങ്ക്ലറിൻ്റെ ഇവിടെ ഓരോ 15 മീറ്ററിൻ്റെ ഉള്ളിലും ഓരോ പോയിൻ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പ്രിങ്ക്ലർ ഇട്ട് കറക്കിയിട്ടാണ് കംപ്ലീറ്റ് നനയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ജലസേചനം എത്തുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇപ്പോൾ ഈ കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴത്തിൽ വെക്കണമെന്ന് പറയുന്നു. നമ്മൾ സാധാരണ ചില ആൾക്കാരൊക്കെ ഒരടി കുഴിയൊക്കെ എടുത്ത് കവുങ്ങ് വെക്കും. ആദ്യം നല്ല വളർച്ചയായിരിക്കും, അത് പിന്നെ വളർച്ച കുറഞ്ഞു വരും. ആഴത്തിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് ആഴത്തിലാണ്. ഇത് 3 അടി കുഴിയാണ് ഞങ്ങൾ കവുങ്ങ് വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെ മണ്ണ് വീഴുന്നതനുസരിച്ച് മേലേക്ക് വേരുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 25 കൊല്ലം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും ഒരു കുഴിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് കവുങ്ങ് വെക്കുന്നുണ്ട്, പുതിയതായിട്ട് നടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത ഇത് കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് കവുങ്ങിൻ്റെ പരിചരണം. നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു കവുങ്ങിൻ്റെ മുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 5 കിലോ കൊട്ടടയ്ക്ക നമുക്ക് ഇതിനകത്ത് നിന്ന് നേടാൻ കഴിയും. പണി മോശമാണെങ്കിൽ ജലസേചനവും. കവുങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക ചെയ്യേണ്ട കാര്യം, നനയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നനയ്ക്കണം. അപ്പോൾ നിങ്ങൾ 2 കൊല്ലം നനച്ച് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഈ കൊല്ലം നനയ്ക്കാൻ പറ്റിയ, നനച്ചില്ലെങ്കിൽ ആ കവുങ്ങ്
പോയി. കാരണം അതിൻ്റെ ഉൽപ്പാദനക്ഷമത പോവും. അത് പെട്ടെന്ന് അതിന് ജലസേചനമില്ലാതെ തന്നെ വേരിനെ ബാധിക്കും, അത് ഉണങ്ങാൻ തുടങ്ങും, അത് വരൾച്ച ബാധിക്കും. അപ്പം അതുകൊണ്ട് നനച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നനയ്ക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നനയ്ക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നനയ്ക്കണമെന്നൊന്നുമില്ല. നല്ല നനയ്ക്കാൻ പറ്റാത്ത രത്നഗിരി പോലുള്ള ഇനങ്ങൾ, രത്നഗിരിയാണ് ഏറ്റവും ജലസേചന കുറവ് മതിയായ ഒരു ഇനം എന്ന് പറഞ്ഞാൽ രത്നഗിരിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നനയ്ക്കണ്ട. ആദ്യം തൊട്ടേ നനയ്ക്കാതെ ഇതുപോലെ ഈ സമയത്ത് നട്ട് നല്ല കുഴിയെടുത്ത് ആഴത്തിൽ വെച്ച് പരിചരിച്ച് കഴിഞ്ഞാൽ അതിന് നനയ്ക്കേണ്ട കാര്യമില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞു കുഴി ആഴത്തിലെടുക്കണമെന്ന്. ഈ ജലസേചനം ചെയ്യാത്ത കവുങ്ങ് തോട്ടത്തിൽ കവുങ്ങ് നടുമ്പോൾ അത് കുഴിക്ക് ആഴമുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് വേനൽക്കാലത്ത് മണ്ണിന് മേൽമണ്ണ് ഉണങ്ങിക്കിടക്കും. താഴോട്ട് വരുമ്പോഴത്തേക്കും മണ്ണിന് ഈർപ്പം കൂടി വരിക. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ ഈ ഇനത്തിൽപ്പെട്ട കവുങ്ങുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് നന കുറഞ്ഞാലും അല്ലെങ്കിൽ ജലസേചനം ഇല്ലെങ്കിൽ തന്നെ ഈ ഈർപ്പം ഉള്ളതുകൊണ്ട് കവുങ്ങിന് ക്ഷീണം സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യുന്നവർ, ഇനി ചെയ്ത് കഴിഞ്ഞവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും കൃത്യമായിട്ടും നല്ല ആഴത്തിൽ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു 3 അടി ഇങ്ങനെ കുഴിയെടുത്ത് നിങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ അകലം കൃത്യത പാലിക്കുക. ഇപ്പം ഒരു കവുങ്ങിൽ നിന്ന് മറ്റേ കവുങ്ങിലേക്ക് അകലം എന്ന് പറഞ്ഞാൽ 10 അടിയാണ് അതിൻ്റെ ശരിയായ മെഷർമെൻറ്റ്. 10 അടി അകലത്തിൽ കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടും. കവുങ്ങ് പെട്ടെന്ന് മേലോട്ട് പെട്ടെന്ന് സൂര്യപ്രകാശത്തിന് മത്സരിച്ച് പൊങ്ങിപ്പോകത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കവുങ്ങ് വെച്ചു, ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാവിൻ്റെ തൈകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുകളൊക്കെ വെച്ചിട്ടുണ്ട്. റംബുട്ടാനുണ്ട്, ബബ്ബൂസ്, അങ്ങനെ പലതരം വെക്കാം. അത് മാവ് വെച്ചിട്ടുണ്ട്, തൊട്ട് തന്നെ മാവുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, അകലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഴ കൃഷി ചെയ്യാം, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് നമുക്ക് ആദായം ലഭിക്കുന്ന കൃഷികളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും കവുങ്ങ് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായ അകലം പാലിച്ച് തന്നെ കൃഷി ചെയ്യുക. 1 ഏക്കറിൽ നിങ്ങൾ 600 കവുങ്ങ് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഈ 400 കവുങ്ങിൽ നിന്ന് കിട്ടുന്ന ആദായം പോലും നിങ്ങൾക്ക് ഈ 600 കവുങ്ങിൽ നിന്ന് കിട്ടത്തില്ല. മാത്രമല്ല ഉൽപ്പാദന ചെലവ് നിങ്ങൾക്ക് കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ അകലം പാലിക്കുക. പണ്ടൊക്കെ ആൾക്കാർ കവുങ്ങ് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഒരു കവുങ്ങേൽ ഒരറ്റത്ത് കയറി കഴിഞ്ഞാൽ ചാടി എല്ലാത്തിനും കയറി അവസാനം അങ്ങേ മൂലയ്ക്ക് പോയി ഇറങ്ങുന്ന ഒരു സംവിധാനമായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആ രീതിയിൽ ഒന്നും കൃഷി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാലും വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ മണ്ണിൻ്റെ ഘടന മാറിയിരിക്കുന്നു. മേൽമണ്ണിന് വളവില്ല. ഈ നമ്മൾ അമിതമായ രാസപ്രയോഗം കൊണ്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ജൈവവളമൊക്കെ ഉപയോഗിച്ച് അതിലേക്ക് ഇനി തിരിച്ചു കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കൃഷിക്കാരാണ്, നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ കൃഷി അറിയാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുക, നമ്മളതിൻ്റെ കൃത്യമായ മറുപടികൾ തരുന്നതായിരിക്കും.